JNUവിലേക്കാണ്. JNUവിൽ വലിയൊരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ JNUവിലെ VC കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ പുതിയ ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയിലെ ദളിത് വിരുദ്ധ അല്ലെങ്കിൽ അത്തരമുള്ള നിയമനിർമ്മാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരൊരു പോഡ്കാസ്റ്റ് നടത്തുകയായിരുന്നു. ആ പോഡ്കാസ്റ്റിൽ 52 മിനിറ്റുള്ളൊരു പോഡ്കാസ്റ്റായിരുന്നു. ഈ പോഡ്കാസ്റ്റിൽ JNUവിൻ്റെ VC ശാന്തിശ്രീ ദുലിപുടി പണ്ഡിറ്റ് ജാതി വിരുദ്ധ ജാതി അധിക്ഷേപ ദളിത് വിരുദ്ധ വംശീയ പരാമർശങ്ങൾ നടത്തി. അവർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. അവർ പറയുന്നത് ഇവിടെ ഈ നമ്മുടെ സമൂഹത്തിൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇരവാദം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും പുരോഗമിക്കാൻ കഴിയുന്നില്ല. കറുത്ത വംശം ഉയർത്തിയിരുന്നൊരു വാദമാണത്. ദളിതർ അത് ഇവിടേക്ക് കൊണ്ടുവന്നു എന്നൊക്കെയാണ് ഇവർ പോഡ്കാസ്റ്റിലൂടെ പറയുന്നത്. ഇതിനെതിരെ അവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ VCയെ അവിടുന്ന് പുറത്താക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് അവർ രാജ്യത്തെ എല്ലാ സർവകലാശാല യൂണിയനോടും സമരത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, ഇത് സർവകലാശാലയുടെ ഭരണഘടനാ തത്വങ്ങൾക്കും അതോടൊപ്പം തന്നെ ജാതി അധിക്ഷേപം എന്നുള്ള ഉയർത്തുന്നതുകൊണ്ട് തന്നെ VC സ്ഥാനത്തിരിക്കാൻ അർഹമല്ല എന്നും കൂടിയിട്ട് ഇവർ പറയുന്നുണ്ട്. VCയുടെ ഒരു പ്രതികരണം ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്, ഞാൻ പറഞ്ഞിരിക്കുന്ന ആ പോഡ്കാസ്റ്റിൽ നിന്നുള്ള ഒരു പ്രത്യേക ഭാഗം അടർത്തിയെടുത്തിട്ട് മാത്രമാണ് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കഴമ്പില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഈ മോദി സർക്കാർ വന്നതിന് ശേഷം JNUവിനെ എങ്ങനെയാണ് സംഘപരിവാർ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാലത്താണ് ഇത്തരം ഒരു നടപടി ഉണ്ടാകുന്നത്. അതോ സാർ, ഈ UGC ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ ഗൈഡ് ലൈൻസ് നമ്മളിവിടെ സംസാരിച്ചിരുന്നു. ക്യാമ്പസുകളിലെ ജാതി വിരുദ്ധ അല്ലെങ്കിൽ ജാതി അധിക്ഷേപങ്ങൾ തടയാൻ വേണ്ടിയിട്ടുള്ള നിയമം. അപ്പോൾ അത്തരം ഒരു നിയമത്തിനെ റദ്ദാക്കുന്ന രീതിയിൽ ഒരു VC തന്നെ, അതും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയുടെ തലപ്പത്തിരിക്കുന്ന ആൾ തന്നെ സംസാരിക്കുന്നു. അല്ല, അവർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഈ ശാന്തി ദുലുബുടി പണ്ഡിറ്റ് ശാന്തിശ്രീ ദുലുബുടി പണ്ഡിറ്റ് എന്ന് പറയുന്ന അവരവിടെ വൈസ് ചാൻസലറായി വന്നത് മുതലെടുക്കുന്ന സമീപനങ്ങൾ നമുക്കറിയാം. കേന്ദ്ര സർക്കാരിൻ്റെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾക്കനുസരിച്ച് ആ ക്യാമ്പസിനെ മാറ്റി തീർക്കുക എന്നുള്ള ഇത് വളരെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് അവരതിൽ ചില സന്ദർഭങ്ങളിലൊക്കെ അവർ വിജയിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു ബഹിസ്ഫുരണം മാത്രമാണ് ഈ പ്രസ്താവന എന്ന് പറയുന്നത്. അതെന്താണ്, ദളിതുകൾ എന്താണ് വിക്ടിം കാർഡ്, എന്തായാലും പറയുക ഇരവാദം നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കാണത്. ഇരവാദം ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് അമേരിക്കയിൽ നീഗ്രോ മൂവ്മെൻറ്റ്, കറുത്ത വർഗ്ഗക്കാർ ചെയ്തതുപോലെ. ഒന്നാമത്തെ ഇത് നോക്കുക, അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ എന്താണ് ചെയ്തതെന്നൊരു പ്രശ്നമുണ്ടല്ലോ. അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരോടും വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള വിവേചനം ഉണ്ടായിരുന്നു എന്നുള്ളതും ആ വിവേചനത്തിനെതിരായിട്ടുള്ള വലിയ മൂവ്മെൻറ്റ്, സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്, ബ്ലാക്ക് റൈറ്റ്സ് മൂവ്മെൻറ്റ്, ബ്ലാക്ക് ലൈവ്സ് മാറ്റർ മൂവ്മെൻറ്റുകൾ അതുണ്ടായിരുന്നതും ഇന്നത്തെ അമേരിക്കൻ ജനാധിപത്യത്തെ ഫോം ചെയ്യുന്നതിൽ വരെ ആ മൂവ്മെൻറ്റിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ടെന്നുള്ളൊരു ചരിത്ര വസ്തുതയാണ്. അമേരിക്കയിൽ വെള്ളക്കാരൻ കയറുന്ന ബസ്സിൽ കറുത്ത വർഗ്ഗക്കാരന് കയറാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ കയറിയിരുന്നെങ്കിൽ അവൻ തൊഴിച്ച് പുറത്തേക്ക് എറിയപ്പെട്ടിരുന്നു. അവരുടെ ബസ് വെയിറ്റിംഗ് ഷെഡിൽ ഇവർക്ക് നിൽക്കാൻ പറ്റുമായിരുന്നില്ല. ഈ നിലയ്ക്ക് പ്രകടമായിട്ടുള്ള വിവേചനങ്ങൾ, വോട്ടവകാശമുണ്ട്, അത് സിസ്റ്റമാറ്റിക്കായുള്ള വിവേചനങ്ങൾ, പ്രായോഗികമായിട്ടുള്ള വിവേചനങ്ങൾ അത് നിലനിന്നിരുന്നുവെന്നും അതിനെതിരെ അമേരിക്കൻ സൊസൈറ്റി, അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ മുൻകൈയിൽ അവരുടെ ത്യാഗത്തിൻ്റെ പുറത്ത് സമരം രൂപപ്പെടുകയും അമേരിക്കൻ സൊസൈറ്റി അത് ഏറ്റെടുക്കുകയും ഇന്നത്തെ ലോകത്തെ ഏറ്റവും ശക്തമായ ഡെമോക്രസി എന്ന് പറയുന്ന അമേരിക്കൻ ഡെമോക്രസിയെ രൂപപ്പെടുത്തുന്നതിൽ അതിന് വളരെ വലിയ പങ്കുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്നയും സൽവയും പോലെ ആകാശത്ത് നിന്ന് ദൈവഹിതത്താൽ ഒരു ഗോഡ്ലി പ്രൊവിഷനായിട്ട് വന്ന കാര്യമല്ല. അവിടെയുള്ള മനുഷ്യർ നടത്തിയിട്ടുള്ള ധീരമായ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും പുറത്ത് രൂപപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇരകളാക്കപ്പെട്ട മനുഷ്യർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ റിസൾട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഇരവാദം. അപ്പോൾ ഇരവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരകളാക്കപ്പെടുന്ന മനുഷ്യർ, ഞങ്ങൾ ഇരകളാക്കപ്പെടുന്നു, ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ഞങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നു എന്ന് പറയാൻ പോലും പാടില്ല എന്നാണ് ഈ ഇരവാദം എന്ന കോയിനേജ് അത് മുന്നോട്ട് വെക്കുന്ന സന്ദേശം. നമ്മളിപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഒരു പ്രശ്നം പറയുന്നു, അല്ലെങ്കിൽ ദലിതുകളുടെ പ്രശ്നം പറയുന്നു. ഇപ്പോൾ ഒരു ദലിതുകളുടെ കാര്യത്തിലാണ് VC സംസാരിക്കുന്നത്. അപ്പോൾ ദലിതുകളുടെ പ്രശ്നം പറയുന്നു. അത് പറയുമ്പം ഇപ്പോൾ താഴെ വന്നിട്ട് കമൻറ്റ് നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ ഈ ഔട്ട് ഓഫ് ഫോക്കസിന് താഴെ തന്നെ വന്ന് കമൻറ്റ് ഇരവാദം മുഴക്കുന്നു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആക്രമിക്കപ്പെടുകയാണ്, ഞാൻ വിവേചനത്തിന് വിധേയമാവുകയാണ് എന്ന് പറയാൻ പോലും എനിക്ക് അവകാശമില്ല. അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ അതെന്താണ്? ഇരവാദം എന്ന് പറയുന്ന ഒരു അതൊരു സ്ലറായി മാറിയിരിക്കുകയാണ്, അതൊരു ആക്ഷേപവാക്കായി മാറിയിരിക്കുകയാണ്. ആ ആക്ഷേപവാക്ക് ഉപയോഗിച്ച് അതിനെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത്. അത് തന്നെയാണ് ഈ മഹതിയായിട്ടുള്ള VCയും പറയുന്നത്. ഈ ദലിതുകൾ എന്താണ്? ഇരവാദം ഉന്നയിക്കുകയാണ്, അമേരിക്കയിലെ കറുത്തവർ ഉന്നയിച്ചതുപോലെ. ഇത് ആക്രമിക്കപ്പെടുന്ന മനുഷ്യൻ
വിവേചനത്തിന് വിധേയരാകുന്ന മനുഷ്യരോട് അനുഭാവം പുലർത്തുന്നില്ല, അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്, അവരുടെ ജനാധിപത്യത്തിൽ അവർക്ക് ന്യായമായിട്ടുള്ള അവകാശം അവർക്ക് നൽകേണ്ടത് ലഭിക്കേണ്ടതുണ്ട് എന്നൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. ആ കാഴ്ചപ്പാട് പങ്കുവെക്കുന്നില്ലെന്ന് മാത്രമല്ല, അവർക്ക് സംസാരിക്കുവാനുള്ള അവകാശം പോലുമില്ല എന്ന അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ, അങ്ങേയറ്റം റിഗ്രസീവായിട്ടുള്ള ഒരു നിലപാട് കൂടിയാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇരവാദം എന്ന വാക്ക് യഥാർത്ഥത്തിൽ ഈ വിവേചനത്തിന് വിധേയരാകുന്ന മനുഷ്യർക്ക് മേൽ പ്രയോഗിക്കുന്ന വലിയ മൂർച്ചയേറിയ ഒരു ആയുധമാണ്. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യർ സ്വയം സംസാരിക്കരുതെന്നുള്ളതാണ്. അത് പല സ്വഭാവത്തിൽ അത് പ്രകടമായിട്ട് ഇവർ BC സംസാരിക്കുന്നു. മറ്റു പലരും അതിനെ വളരെ ഇംപ്ലിസിറ്റായിട്ട് പരോക്ഷമായിട്ടത് സംസാരിക്കുന്നത് കാണാം. ഇപ്പോൾ ഈ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിവാദങ്ങൾ ശ്രദ്ധിക്കുക. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് വന്നു, വളരെ ഗംഭീരമായുള്ള കുറിപ്പാണ്, അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ നോക്കൂ, കേരള സ്റ്റോറി ആത്യന്തികമായി കേരളത്തിലെ മുസ്ലിങ്ങളെ ലക്ഷ്യം വെക്കുന്ന ഒരു സിനിമയാണ്. കേരളത്തിൽ ലക്ഷ്യം വെക്കുന്നതിന് നിശ്ചയമായി അങ്ങനെ തന്നെയാണ്. പക്ഷേ കേരളത്തിലെ മുസ്ലിങ്ങളെ പൈശാചികവൽക്കരിച്ചുകൊണ്ടാണ് കേരളത്തെ അത് താറടിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ നിലക്കുള്ള എന്തെങ്കിലും പരാമർശം, കേരളത്തിലെ മുസ്ലിങ്ങൾ അതെങ്ങനെയാണ് പൈശാചികവൽക്കരിക്കുന്നത് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും പരാമർശം കാണുന്നുണ്ടോ? MSFൻ്റെ ഒരു മഹാനായ നേതാവ് എഴുതിയത് കണ്ടോ? ഞങ്ങൾ ആ സിനിമയെ എതിർക്കുന്നത് മുസ്ലിങ്ങളെ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതുകൊണ്ടല്ല, കേരളത്തെ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ആശാൻ എന്താ വിചാരിച്ചിരിക്കുന്നത്? മുസ്ലിങ്ങളെ പൈശാചികവൽക്കരിക്കുന്ന ഒരു സിനിമയാണെങ്കിൽ നമ്മളൊന്നും മിണ്ടതേണ്ട കാര്യമില്ല. കേരളം ഇങ്ങനെ പറയുന്നത് വെച്ചാൽ കേരളം അതിനെതിരായി ഒറ്റക്കെട്ടായി നിൽക്കുന്നത് അത് മുസ്ലിങ്ങൾ ആക്രമിക്കുന്നു എന്നുള്ളതുകൊണ്ടല്ല, അത് കേരളത്തെ മോശം ഇമേജിൽ നിർത്തുന്നുള്ളതുകൊണ്ടാണ്. CHൻ്റെ അനുയായിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ ജാതി മരം മണ്ടത്തരം പറയുന്ന ഓർക്കണം. ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? കേരളത്തെ മോശമാക്കുന്നില്ല, കേരളത്തിലെ മുസ്ലിങ്ങളെ മോശമാക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, സിനിമ കളിച്ചോളൂ എന്നുള്ളതാണോ? ഇതാണോ ഈ MSFകാരുടെ നിലപാട്? ഈ കേരള സ്റ്റോറിക്കെതിരെ നിലപാടെടുക്കുന്ന പുരോഗമനവാദികളുടെ നിലപാട്? കേരളം മഹത്തായ നാടാണ്, ആ സിനിമ നമുക്ക് അങ്ങനെ എടുക്കാം. കേരളം മഹത്തായ നാടാണ്, പക്ഷേ കേരളത്തിൽ മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണ് എന്നാണ് കേരള സ്റ്റോറി സിനിമ പറയുന്നതെങ്കിൽ ഈ മഹാന്മാരൊക്കെ എന്ത് നിലപാടെടുക്കും? ആ സിനിമയെ എതിർക്കുമോ? ആ സിനിമ ഇവിടെ തിയേറ്ററിലൊക്കെ കളിക്കട്ടെ എന്നുള്ള നിലപാട് സ്വീകരിക്കുമോ? ഇതൊന്നും മനസ്സിലാക്കേണ്ട കാര്യമുണ്ടല്ലോ. അപ്പോൾ മുസ്ലിങ്ങൾ ചീത്ത പറയുന്നു എന്നുള്ളതല്ല പ്രശ്നം, മുസ്ലിങ്ങളെ ഇരയാക്കുന്നു എന്നുള്ളതല്ല, കേരളത്തെ ഇരയാക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഗംഭീര അടിപൊളി നിലപാടാണെന്ന് തോന്നുന്നു. അടിസ്ഥാനപരമായി ഈ JNUവിലെ VC പറയുന്നതും ഈ പറയുന്ന ഒന്ന് തന്നെയാണ്. ഇരകളാക്കപ്പെടുന്ന മനുഷ്യർ അവരോട് അവരെന്നുള്ള നിലക്ക് ഐക്യദാർഢ്യപ്പെടാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് പറയുന്നത്. അവരോട് ഐക്യദാർഢ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞു കുളിച്ച് വന്നേക്കണം, എന്നാൽ ഞങ്ങൾ ഐക്യപ്പെടാന്നുള്ളതാണ്. ഇത് നമ്മൾ ഏറ്റവും ഗംഭീരമായി കേട്ട സന്ദർഭം CAA വിരുദ്ധ സമരത്തിൻ്റെ കാലത്താണ്. CAA വിരുദ്ധ സമരത്തിൽ ചില പ്രകടനങ്ങളിൽ മുസ്ലിം സ്വത്വത്തെ പ്രകാശിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങളുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുദ്രാവാക്യമുണ്ടായി, വളരെ പ്രസിദ്ധമായ മുദ്രാവാക്യമുണ്ട്. സൈ ഇറ്റ് ഇൻ ദ ബാരിക്കേഡ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, സൈ ഇറ്റ് ഇൻ ദ ലാത്തി ചാർജ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ മുദ്രാവാക്യം വന്നപ്പോഴാണ് ശശി തരൂർ അടക്കമുള്ള ആളുകൾ വന്നിട്ട് അത് ഭയങ്കര പ്രൊബ്ലമാറ്റിക്കാണ്, അങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഐക്യദാർഢ്യപ്പെടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ നാട്ടിലെ വലിയ പുരോഗമനവാദികളൊക്കെ ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഐക്യദാർഢ്യപ്പെടാൻ പറ്റില്ല എന്ന നിലപാടെടുത്തു. നിങ്ങൾ ഐക്യദാർഢ്യപ്പെട്ടിട്ടില്ലെങ്കിൽ എന്ത് എന്ന ചോദ്യം അവിടെ ഉണ്ട്, അത് പോട്ടെ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത്? CAA എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് എന്താണ്? മുസ്ലിം ആയിട്ടുള്ള ഒരാൾക്ക് പൗരത്വം നൽകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇൻ ക്വസ്റ്റ്യൻ എന്താണ്? മുസ്ലിം സ്വത്വമാണ്. അപ്പോൾ മുസ്ലിം സ്വത്വത്തെ മുൻനിർത്തി ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുമ്പോൾ അതിനെതിരായിട്ടുള്ള സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്താണ്? ആ സ്വത്വത്തിൻ്റെ പ്രകാശനമല്ലേ. അത് പാടില്ല, അത് നിങ്ങൾ മറച്ചു വെക്കണം എന്ന നിലപാട് സ്വീകരിക്കുകയും അതെന്തോ പുരോഗമനപരമായ നിലപാടാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ മണ്ടത്തരത്തിന് വലിയ മേൽക്കൈയുള്ള നാടാണ് നമ്മുടേത്. പക്ഷേ ഇത് എല്ലാവരുടെ കാര്യത്തിലും ഇപ്പോൾ ആദിവാസികൾ ഒരു സമരം നടത്തുകയാണ്. ആദിവാസികൾ തിരുവനന്തപുരത്ത് സമരം നടത്തും. നമുക്കറിയാം ജാനുവിൻ്റെ നേതൃത്വത്തിൽ കുടിൽക്കെട്ടി സമരം നടന്നുണ്ട്. ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് ആദിവാസികളുടെ സ്വത്വപ്രകാശനത്തിൻ്റെ വിവിധ രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ നൃത്തരൂപങ്ങൾ കാണുന്നു, അവരുടെ ഭാഷയിലുള്ള മുദ്രാവാക്യങ്ങൾ കാണുന്നു, അവരുടേതായ ആചാരങ്ങളെ മുൻനിർത്തിയിട്ടുള്ള പ്രതിഷേധ രൂപങ്ങൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ കാണുന്നു. പക്ഷേ അതിനോട് ഐക്യദാർഢ്യപ്പെടാൻ നമ്മുടെ നാട്ടിലെ ഇടത് പുരോഗമന കക്ഷികൾക്കൊന്നും യാതൊരു മടിയുണ്ടായില്ല. ആ സ്വത്വപ്രകാശനം എന്തൊരു അപകടകരമായുള്ള കാര്യമാണെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ വരുമ്പം അവരവരുടെ സ്വത്വത്തെ മുൻനിർത്തി ഒരു പ്രതിഷേധം രൂപപ്പെടുത്തുമ്പോൾ ഇതൊരു മുസ്ലിങ്ങളായതുകൊണ്ടാണ് ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നത് എന്ന ശരിയായ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് പറ്റില്ല.
അത് കുഴപ്പമാണ്, അത് വർഗീയതയാണ്. അത് പിന്നെ അത് നിങ്ങൾ അങ്ങനെ നിലപാടെടുത്താൽ അത് മറ്റൊരുത്തുള്ളൊരു ശക്തിപ്പെടും എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമത്തിനെതിരെ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് രൂപപ്പെടുമ്പം അവരെന്താണ് സ്ത്രീ സ്വത്വത്തെയാണ് മുൻനിർത്തുന്നത്. അങ്ങനെ സ്ത്രീകൾ പ്രത്യേകമായി സംഘടിച്ച് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പാടില്ല, കാരണം ഇവിടെ പുരുഷന്മാരാണ് ശക്തരായിട്ടുള്ളത്, അവർ ശക്തിപ്പെടും. ലൈംഗിക ന്യൂനപക്ഷങ്ങൾ അവർ സ്വയം സംഘടിച്ച് അവരുടെ പ്രതിരോധം നിൽക്കുമ്പോൾ ആരും പറയുന്നില്ലല്ലോ അവരോട് നിങ്ങളങ്ങനെ സ്വയം സംഘടിക്കരുത്, കാരണം ഇവിടെ മഹാഭൂരിപക്ഷവും മറ്റവരാണ്, ഹെറ്ററോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകളാണ്, അതുകൊണ്ട് നിങ്ങൾ സംഘടിക്കരുതെന്ന് പറയുന്നില്ല. പക്ഷേ ഇതെപ്പോഴും ഈ നിലക്ക് ഇരയാക്കപ്പെടുന്ന വിവേചനത്തിന് വിധേയരാകുന്ന മുസ്ലിങ്ങളോടും ദലിതുകളോടും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇവിടുത്തെ അതീശവർഗ അവരുടെ ഇൻ്റലിജൻസ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ അതാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു ഘടകം. രണ്ടാമത് നിങ്ങൾ അങ്ങനെ പറയാനേ പാടില്ല. ഇപ്പോൾ ഈ JNUVC പറയുന്നത് എന്താണ്, നിങ്ങൾ ഇരയാക്കപ്പെടുന്ന കാര്യം പോലും പറയരുത് എന്നുള്ളതാണ്. ആക്രമിക്കപ്പെടുന്നു, വിവേചനത്തിന് വിധേയരാകുന്നു എന്നുള്ളതല്ല ഇന്ത്യയിൽ ദലിതുകളും മുസ്ലിങ്ങളും അനുഭവിക്കുന്ന പ്രശ്നം. വിവേചനത്തിന് വിധേയരാകുന്നു എന്നത് പറയാൻ പോലും പാടില്ല എന്നുള്ളതാണ്. ആ കാര്യമാണ് ഈ മഹതി വീണ്ടും ആവർത്തിക്കുന്നത്, അതിലപ്പുറം അതിനകത്തൊന്നുമില്ല. യെസ്, അജിംസ്, ഈ രാജ്യത്തെ സർവകലാശാലകൾ പിടിച്ചെടുക്കാൻ സംഘപരിവാറിൻ്റെ വലിയൊരു പ്രൊജക്റ്റ് ദീർഘനാളായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്ക് കയ്യെത്തി പിടിക്കാൻ കഴിയാതിരുന്ന ഒന്ന് JNU ആയിരുന്നു. പക്ഷേ ഈ സമീപ കാലത്തായിട്ട് അത് മാറുകയും അതിൻ്റെ തലപ്പത്ത് വരുന്ന VC അടക്കം എല്ലാ രാജ്യത്തെ നിയമനിർമ്മാണങ്ങളടക്കം അതിന് വേണ്ട വിധത്തിൽ മാറ്റം കൂടിയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ആ VCയുടെ ഒരു പ്രസ്താവന പോലും മൊത്തത്തിൽ വിദ്യാർത്ഥികൾക്കെതിരായിട്ട് പോലും അതിനെതിരെ വേറൊരു പ്രതിഷേധമോ അല്ല അതിനൊരു നടപടിയോ ഉണ്ടാകാത്തൊരു രീതിയിലേക്ക് മാറിയില്ലേ? അതൊരു ഡെഫനിങ് സൈലൻസ് ആണ്. ആ സൈലൻസിൻ്റെ പിന്നിൽ വേറെ കുറേ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് UGC ചട്ട ഭേദഗതി. അതായത് ദളിത് OBC വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കെതിരായിട്ടുള്ള വിവേചനം, അക്രമം എന്നിവയെ തടയുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഒരു UGC ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. ആ UGC ഗൈഡ് ലൈൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, BJPയുടെ സെക്യൂർ വോട്ട് ബാങ്കായ സവർണ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, മോദി തേരി ഖബർ കുത്തേഗി എന്ന് CAA പ്രൊട്ടസ്റ്റ് കാലത്ത് പൗരത്വ പ്രക്ഷോഭകർ മോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളതാണ് ആ പ്രക്ഷോഭകർക്കെതിരായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഞാൻ യഥാർത്ഥത്തിൽ ആ മുദ്രാവാക്യം വിളി കേൾക്കുന്നത് കഴിഞ്ഞ മാസമാണ്. UGC വിരുദ്ധ കലാപകാലത്ത് സവർണ സേനക്കാരാണ് വിളിക്കുന്നത് മോദി തേരി ഖബർ കുത്തേഗി, മോദിയുടെ കോലം കത്തിക്കുന്നു. CAA പ്രൊട്ടസ്റ്റായിട്ട് മോദിയുടെ കോലമൊന്നും കത്തിച്ചിട്ടില്ല. ഇത് മോദിയുടെ കോലം കത്തിക്കുന്നു, മോദിയുടെ ഖബർ കുഴിക്കും എന്ന് പറയുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. അപ്പോൾ ഇത് ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് UP പോലുള്ള മേഖല ഉണ്ടായിട്ടുള്ള തിരിച്ചടി ചില്ലറയല്ല. അവിടെ ഒന്നും ചെയ്യാനില്ല സർക്കാരിന്, കാരണം സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ്. ഇനിയിപ്പോൾ സുപ്രീം കോടതി പോയിട്ടത് പിൻവലിപ്പിക്കാൻ ശ്രമിക്കാനും കഴിയില്ല. ആകെ ചെയ്യാൻ കഴിയുന്നത് എന്താണ്, ഈ UGC ഗൈഡ് ലൈൻസിൻ്റെ എക്സിക്യൂഷൻ മന്ദീഭവിക്കുക, അത് ഡെഫേർഡ് ചെയ്യുക എന്നൊക്കെയുള്ള ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ എക്സിക്യൂഷൻ്റെ പൊസിഷനിൽ നിൽക്കുന്ന ആരാണ്? ഇപ്പോൾ ഇവരെ പോലുള്ള ശാന്തിശ്രീയെ പോലുള്ള വൈസ് ചാൻസലർമാരാണ്. അപ്പോൾ രാജ്യത്തെ പ്രധാനപ്പെട്ട സർവകലാശാലകളെല്ലാം വൈസ് ചാൻസലറായിട്ട് ഇങ്ങനെയുള്ള ആളുകളാണ്. ഇവർ അക്കാഡമിക് ക്രെഡൻഷ്യലൊന്നും മോശമൊന്നുമല്ല കേട്ടോ. ഇവർ സ്വീഡിഷ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ള ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പിൽ PhD എടുത്തുള്ള ആൾ തന്നെയാണ്. അവരൊരു മോശം VC എന്നും പറയാൻ കഴിയില്ല, അവർക്ക് അത്യാവശ്യം ക്രെഡൻഷ്യലൊക്കെ ഉണ്ട്. നേരത്തെ പൂനെ ജ്യോതിഫ ഫൂലെ യൂണിവേഴ്സിറ്റിയിൽ VC ആയിരുന്നു അവർ, പിന്നീടാണ് അവർ JNUവിലേക്ക് വരുന്നത്. അപ്പോൾ അവരൊരു മോശം അക്കാഡമിക് വ്യക്തിത്വമാണെന്ന് അഭിപ്രായമൊന്നുമില്ല. പക്ഷേ അവർ നടപ്പാക്കുന്നത് അവിടെ കൊണ്ടൊന്ന് ഇരുത്തിയിട്ടുള്ളത് JNU പിടിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ്. നേരത്തെ അങ്ങനെ പിടിക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ച് ജഗദീഷ് കുമാർ എന്ന് പറഞ്ഞ ഒരാൾ കൊണ്ടുവന്ന് വെച്ചിരുന്നു. അദ്ദേഹത്തെ പിന്നീട് UGC ചെയർമാനാക്കുകയാണ് ചെയ്തത്. ഇവർ ആ അർത്ഥത്തിൽ വിജയിച്ചോ എന്ന് വെച്ചാൽ അങ്ങനെ വിജയിച്ചിട്ടൊന്നുമില്ല. ഇപ്പോഴും JNU എന്ന് പറയുന്നത് വളരെ ഇൻക്ലൂസീവായിട്ടുള്ള വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളുള്ള വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്, യൂണിയൻ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, അടിമകൾ ഉണ്ടാക്കുന്നുണ്ട്, വയലൻസ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും അവിടെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളുള്ള കുട്ടികളൊന്ന് പഠിക്കുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പോഡ്കാസ്റ്റിനിടയ്ക്കാണ് ഇവർ പരാമർശം നടന്നത്. ഈ പോഡ്കാസ്റ്റ് യഥാർത്ഥത്തിൽ സർക്കാരിന് കൂടുതൽ കുഴപ്പത്തിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഇവർ ഇത് വിവാദമായതിനു ശേഷം അവർ വന്നിട്ടൊരു വിശദീകരണം കൊണ്ട് ഞാനും ഒരു OBC ആണ് എന്ന് പറഞ്ഞിട്ട്, ഞാനൊരു OBC ആണ്, പക്ഷേ ചില ആളുകളെ ശരിയാണോ അവർ പറയാം പണ്ഡിറ്റുണ്ട്, അത് ചിലപ്പോൾ വെറുതെ ഇവർ തെലുങ്ക് വംശജയാണെന്ന് തോന്നുന്നു, തെലുങ്ക് വംശജ. അപ്പോൾ ഇവർ പറയുന്നത് ഞാൻ OBC ആണ് എന്ന് പറഞ്ഞത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഗൈഡ് ലൈൻസിൽ OBC വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള എന്താണ് ഡിസ്ക്രിമിനേഷനും അക്രമവും കൂടി പരിഗണിക്കുന്ന ഒരു കമ്മിറ്റിയാണ് പറയുന്നത്, ദളിതുകളെ മാത്രമല്ല. അപ്പോൾ ഞാൻ OBC ആണ്, അതുകൊണ്ട് ഇവിടെ എന്തില്ല കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്ന് അവരെങ്ങനെയാണ് പറയാൻ കഴിയുക? അപ്പോൾ അവർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നില്ല, അത് വിശദീകരിച്ച് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. മറ്റൊരു ഭാഗത്ത് ഇത് ശരിക്കും മറന്നു തുടങ്ങിയിരുന്നു. UGC പ്രൊട്ടസ്റ്റ് സവർണ സേനക്കാരും മറന്നു തുടങ്ങിയിരുന്നു. മൊത്തം അത് ചിത്രത്തിൽ നിന്ന് പോയൊരു സമയത്താണ് അവർ വീണ്ടും എടുത്ത്
റിവോക്ക് ചെയ്ത് യഥാർത്ഥത്തിൽ വീണ്ടും ധർമ്മേന്ദ്ര പ്രധാൻ മോദിക്കുമെതിരായിട്ടുള്ള മുദ്രാവാക്യം വിളികളും അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ടുള്ള ദലിത് OBC വിഭാഗത്തിൽ നിന്ന് പ്രൊട്ടസ്റ്റിനേക്കും അത് വഴി നയിക്കും. യഥാർത്ഥത്തിൽ അവർ ആ പോഡ്കാസ്റ്റ് ചെയ്തത് തന്നെ അബദ്ധമാണ്. കാരണം അത് അവർ മിണ്ടായിരുന്നാൽ മതിയായിരുന്നു. കാരണം ഇവരാണ് ഇതൊക്കെ നടപ്പാക്കാൻ പോകുന്നത്. ഇവർക്ക് വളരെ സൈലൻ്റായിട്ട് അതിനെ കില്ല് ചെയ്ത് കളയാം. ഗൈഡ് ലൈനൊക്കെ മറവിയിൽ ഓർമ്മയിൽ നിന്ന് എടുത്ത് കളയാം. അങ്ങനെയാണല്ലോ മോദി സർക്കാരിനെതിരെ അവരുടെ സെക്യൂർ വോട്ട് ബാങ്കിൽ നിന്ന് എന്ത് തരം പ്രൊട്ടസ്റ്റ് ഉണ്ടെങ്കിലും അത് മറപ്പിച്ച് കളയുന്ന വിധം, ഇറേസ് ചെയ്ത് കളയുന്ന വിധം മറ്റ് വിഷയങ്ങൾ കൊണ്ടുവരാൻ മോദിക്ക് അറിയാം. മോദി ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ സ്കിൽ അതാണ്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു ലാർജർ പ്രൊട്ടസ്റ്റ് വരാത്തതുകൊണ്ടാണല്ലോ പൗരത്വ പ്രക്ഷോഭം മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും, കർഷക പ്രക്ഷോഭം പഞ്ചാബി കർഷകരുടെ ഭാഗത്തു നിന്നും അങ്ങനെയാണ് പ്രൊട്ടസ്റ്റിൽ ഉണ്ടാകുന്നത്. ഒരു ലാർജർ പ്രൊട്ടസ്റ്റിലേക്ക് പോകാത്തതിൻ്റെ കാരണം ഓരോ ആളുകൾക്കും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി കൊടുക്കാനും ഏതൊക്കെ ഓർമ്മകളാണ് ഇറേസ് ചെയ്യേണ്ടതെന്നും കൃത്യമായി ചെയ്യാനും അവർക്കറിയാം. അതിന് തക്ക ഒരു വലിയ ഡിജിറ്റൽ എക്കോസിസ്റ്റം നിയന്ത്രിക്കുന്ന ഈ ഭരണകൂടമാണ്. അപ്പോൾ അവർക്കത് മറപ്പിച്ചളായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ മോദിയെ കൂടുതൽ കുഴപ്പത്തിലാക്കുകയാണ് ഈ VC ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, JNU ഇന്ത്യയുടെ ശബ്ദമാണ്. അവിടെ നിന്ന് ഉയർന്ന വിദ്യാർത്ഥികളുടെ അത് പ്രതിഷേധങ്ങളാകട്ടെ, വിമർശനങ്ങളാകട്ടെ, വിയോജിപ്പുകളാകട്ടെ, അതിനെ ഭരണകൂടവും ജനങ്ങളും കേൾക്കേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്.